ലേയത്വം അനുസരിച്ച്, അതായത് കൊഴുപ്പിൽ ലയിക്കുന്നവരുണ്ട്, ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളുണ്ട്. നമുക്ക് ABCDEK വൈറ്റമിൻസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ 13 ആയോ നമുക്ക്? നമസ്കാരം, ഞാൻ സ്നേഹ. എല്ലാവരും LGS വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? എന്തായാലും LGS പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും നമ്മുടെ LGS സിലബസ് ഒക്കെ നമുക്കറിയാം. അതിൽ സയൻസ് നമുക്ക് 10 മാർക്കിന് വരുന്നുണ്ട് അല്ലെ. അതില് 5 മാർക്കിന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രം. ആ ജീവശാസ്ത്രത്തിന്റെ സിലബസിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട 5 ടോപ്പിക്സ് ഉണ്ട് 5 മാർക്കിന്. അതില് പ്രധാനപ്പെട്ട ടോപ്പിക്സിൽ ഒന്നാണ് നമ്മുടെ ജീവകങ്ങൾ. ആ ജീവകങ്ങള് ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ മുൻവർഷ ചോദ്യങ്ങളിലൂടെ നമുക്ക് പഠിച്ചു വരാം. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. ഏതൊരു ലെവൽ എക്സാം എടുത്തു നോക്കിയാലും അതിന്റെയൊക്കെ സിലബസിൽ ഈ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും മിനിമം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തായിരിക്കും നമ്മുടെ എക്സാമിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു LGS എക്സാമിന് 1 or 2 ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് എന്താണ് ഈ ജീവകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചാല് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് ജീവകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ജീവകങ്ങളെ നമ്മൾ പലതായിട്ട് തിരിക്കുന്നുണ്ട് അല്ലെ. അതായത് പലതായിട്ട് എന്ന് വെച്ചാൽ 2 ആയിട്ട് നമുക്ക് തിരിക്കുന്നുണ്ട്. ലേയത്വം അനുസരിച്ച്, അതായത് കൊഴുപ്പിൽ ലയിക്കുന്നവരുണ്ട്, ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളുണ്ട്. അതില് കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതാണ്, ജലത്തിൽ ലയിക്കുന്നത് ഏതാണെന്ന് പറഞ്ഞ് ലേയത്വവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ലയിക്കുന്നത്? കൊഴുപ്പിൽ ലയിക്കുന്ന, ജലത്തിൽ ലയിക്കുന്ന നമ്മൾ പഠിക്കണം. പിന്നെ നമുക്ക് ജീവകങ്ങളുടെ ശാസ്ത്രീയ നാമം എടുത്തു ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന്റെ ഓപ്ഷൻസിൽ ABCD എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് വൈറ്റമിൻ എ, വൈറ്റമിൻ കെ എന്ന് തരണമെന്നില്ല. അതിന്റെ ശാസ്ത്രീയ നാമം എടുത്ത് നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ ABCDEK എന്ന് മാത്രം പഠിച്ചു വെച്ചാലും പോരാ, അതിന്റെ ശാസ്ത്രീയ നാമം ഓരോന്നും എടുത്ത് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ ജീവകങ്ങളുടെ ധർമ്മം, ഓരോ ജീവകവും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഹെൽപ്പ് ചെയ്യുന്നത്, എന്തിന്റെയൊക്കെ ആരോഗ്യത്തിന് ആവശ്യം എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ധർമ്മം ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമുക്ക് ജീവകവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപര്യാപ്തത രോഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലെവൽ ഓഫ് എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് കൂടുതലും SCERT ടെക്സ്റ്റ് ബുക്ക് നമുക്ക് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം. 6ാം ക്ലാസ്സിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. 5ാമത്തെ ചാപ്റ്റർ ആയിട്ട് ആഹാരം ആരോഗ്യത്തിന് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് വൈറ്റമിൻസ് വരുന്നതാണ്. അവിടെ നമ്മൾ ഒരു ബോക്സും ടേബിൾ ഒക്കെ ആയിട്ട് ഈ ധർമ്മങ്ങളും രോഗങ്ങളും പഠിക്കുന്നതാണ്. അപ്പൊ ആ ബോക്സും ടേബിളൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഈ ധർമ്മം രോഗങ്ങൾ ആ ഒരു ഭാഗത്ത് നിന്നാണ് നമുക്ക് കൂടുതൽ ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻസിലൂടെ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്ത് പോകാം. അപ്പൊ റെഡി ആണോ? നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശരി, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ. നമ്മൾ പറഞ്ഞിരുന്നു ലേയത്വം നമ്മളോട് ഏറ്റവും ബേസിക് ആയിട്ട് ഇവിടെ നിന്ന് ചോദിക്കുന്നതാണ്. വൈറ്റമിൻ എയും കെയും ഡിയും സിയും നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. ജലത്തിൽ ലയിക്കുന്ന നമുക്കറിയാം എത്ര വൈറ്റമിൻസ് ആണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട്, അല്ലെങ്കിൽ എസെൻഷ്യൽ വൈറ്റമിൻസ് എന്ന് പറയുന്ന എത്ര എണ്ണം നമുക്ക് വരുന്നുണ്ട്? 13 വൈറ്റമിൻസ് വരുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കാം. അത് ഏതൊക്കെ വൈറ്റമിൻസ് ആ? നമുക്ക് ABCDEK വൈറ്റമിൻസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ 13 ആയോ? നമുക്ക് ഓർക്കണം, നമുക്ക് വൈറ്റമിൻ ബി എന്ന് പറയുന്ന എന്താ? അതൊരു ഗ്രൂപ്പ് ഓഫ് വൈറ്റമിനുകളാണ് അല്ലെ. അതായത് ബി കോംപ്ലക്സ് എന്ന് നമ്മൾ പറയും. സോ ബി കോംപ്ലക്സില് അല്ലെങ്കിൽ ബി ഗ്രൂപ്പില് എത്ര വൈറ്റമിനുകൾ ഉണ്ട് എന്ന് ചോദിക്കാം. ഓർക്കണം, ഇവിടെ ഒരു 8 വൈറ്റമിൻ നമുക്ക് വരുന്നുണ്ട്. B1, B2, B3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കേൾക്കുന്നുണ്ടാവും, നമ്മൾ പഠിക്കുന്നതാണ്. സോ അപ്പം ഇത്രയും വൈറ്റമിൻസ് ആണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 13 എണ്ണത്തിൽ വരുന്നത്. വൈറ്റമിൻ എ വരുന്നുണ്ട്. ബിയില് തന്നെ എത്ര എണ്ണം വരുന്നുണ്ട്? 8 എണ്ണം വരുന്നുണ്ട് ബി കോംപ്ലക്സിൽ. CDEK ഇങ്ങനെയാണ് വൈറ്റമിൻസ് വരുന്നത്. ഇനി ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കൊഴുപ്പിൽ ലയിക്കുന്നതെന്നും ജലത്തിൽ ലയിക്കുന്നതെന്ന് പറഞ്ഞിട്ട് 2 ആയിട്ട് തരംതിരിക്കുകയാണ്. അപ്പൊ ഓർക്കണം, എങ്ങനെയൊക്കെ ഏതൊക്കെ ആയിരിക്കും നമുക്ക് ഇതിലെ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങള്? ADEK വൈറ്റമിൻസ് ഓർത്ത് വെക്കണം. ഏതൊക്കെയാണ്? കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ്. അടയ്ക്ക കൊഴുപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർത്ത് വെച്ചാലും മതി. ക്ലിയർ ആണോ? അടയ്ക്ക കൊഴുപ്പ്, ഇവിടെ ADEK ആണ് അടയ്ക്ക കൊഴുപ്പ് എന്ന് പറയുമ്പോൾ. സോ ADEK വൈറ്റമിനുകളുടെ പ്രത്യേകത എന്താണ്? അടയ്ക്ക കൊഴുപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് എന്നുള്ളത് ഓർക്കുക. ഇനി ബാക്കി എന്താ ഉള്ളത്? നമ്മുടെ ബി ഗ്രൂപ്പിൽ വരുന്ന 8 ജീവകങ്ങൾ നമ്മൾ പറഞ്ഞു. B1, B2, B3, B5 ഉണ്ട്, B6 ഉണ്ട്, B7 ഉണ്ട്,
B9 ഉണ്ട്, B12 ഉണ്ട്. 2, 6, 8 വൈറ്റമിൻസ് ആയി നമുക്ക്. സോ ഇതാണ് ബി ഗ്രൂപ്പിലെ 8 ഈ ജീവകങ്ങളെല്ലാം. അതേപോലെ തന്നെ വൈറ്റമിൻ സി. ഇത്രയും എന്തിന്റെ പ്രത്യേകത എന്താ? നമുക്ക് ജലത്തിൽ ലയിക്കുന്നതാണ്. അപ്പൊ അടയ്ക്ക് കൊഴുപ്പെന്ന് ഓർത്ത് വെച്ചാൽ മതി. ADEK അപ്പൊ കേൾക്കുമ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. ജലത്തിൽ ലയിക്കുന്ന ബാക്കി വരുന്ന ബിയും സിയും ആണ് എന്നുള്ളത് ഓർക്കുക. ഇവിടെ നമ്മുടെ ആൻസർ എന്താ? വെള്ളത്തിൽ ലയിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും നമുക്ക് ഇവിടെ വരുന്ന? വൈറ്റമിൻ സി ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു ബി ഗ്രൂപ്പിൽ ഏത് വൈറ്റമിൻ ചോദിച്ചാലും, വൈറ്റമിൻ സി ചോദിച്ചാലും അത് വെള്ളത്തിലായിരിക്കും. ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന, നമ്മൾ പറഞ്ഞു ലേയത്വം പഠിക്കണം, അതിവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മറന്നു പോകരുത്, മാറിപ്പോകരുത് അടയ്ക്ക് കൊഴുപ്പ്. ഇനി അടുത്തത് ഈ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ജീവകങ്ങളുടെയൊക്കെ നമുക്ക് ശാസ്ത്രീയ നാമം. ഇത് നമ്മളോട് എന്താണ് LGS ലെവലിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അസ്കോർബിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഏതാ? നമുക്ക് 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഡിയും സിയും B12ഉം എയും തന്നിട്ടുണ്ട്. അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്ന ഏതാ? ഓർക്കണം, നമുക്ക് വൈറ്റമിൻ സി ആണ്. സി എന്ന് പറയുമ്പോൾ അസ്കോർബിക്, ആ പ്രൊനൗൺസ് ചെയ്യുന്നതിൽ തന്നെ ഉണ്ട് അല്ലെ. സി, അസ്കോർബിക് ഓർത്ത് വെക്കുക. അസ്കോർബിക് ആസിഡ് എന്ന് പറഞ്ഞാല് സി ആണ് എന്നുള്ളത് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ഈ വൈറ്റമിൻസിന്റെ ഒക്കെ നമുക്ക് എന്ത് പഠിക്കാം? ശാസ്ത്രീയ നാമം പഠിച്ചു വെക്കേണ്ടതാണ്. അതിൽ നമുക്ക് വൈറ്റമിൻ എയിൽ തുടങ്ങുകയാണെങ്കിൽ വൈറ്റമിൻ എയുടെ രാസനാമം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് നമുക്ക്. ഏതായിരിക്കും? റെറ്റിനോൾ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? റെറ്റിനോൾ ആണ്. ഇനി അടുത്തതാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. സി എന്ന് പറഞ്ഞാല് അസ്കോർബിക്. സി അസ്കോർബിക് ആസിഡ് ആണ് എന്നുള്ളത് ഓർക്കുക. ഇനി അടുത്തത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഓർക്കണം, കാൽസിഫെറോൾ ആണ്. ഇപ്പൊ തന്നെ പഠിച്ചുപോയ ടേബിളില് ഡി എന്ന് പറയുമ്പോൾ കാൽസിഫെറോൾ, അതായത് കാൽഷ്യം ഒക്കെ ആയിട്ട് ബന്ധത്തിൽ വരുന്ന ഒരു വൈറ്റമിൻ ആണ് ഇത്, നമ്മുടെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പൊ കാൽസിഫെറോൾ എന്ന് പറഞ്ഞാൽ എന്താ? വൈറ്റമിൻ ഡി ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് നമുക്ക് വൈറ്റമിൻ ഇ. ഇതൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് എന്താ? ടോക്കോഫെറോൾ ആണ്. ഒരു എക്സാമിന് നമുക്ക് ചോദിച്ചിരുന്നു ടോക്കോഫെറോൾ എന്ന് അറിയപ്പെടുന്നത് ഏത് വൈറ്റമിൻ ആണ്? വൈറ്റമിൻ ഇ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് പോയാല് വൈറ്റമിൻ കെ ആണ്. കെ എന്താ? ഫില്ലോക്വിനോൺ ആണ്. അപ്പൊ ഇത്രയും ഓർക്കാലോ. ഇതിൽ ബി നമ്മൾ പറഞ്ഞില്ല അല്ലെ, അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് പറയാം. സോ വൈറ്റമിൻ എ എന്ന് പറയുന്നത് എന്തായിരുന്നു? റെറ്റിനോൾ ആണ്. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ് ഓർക്കുക. ഡി എന്ന് പറഞ്ഞാല് കാൽസിഫെറോൾ ആണ്. ഇ എന്ന് പറഞ്ഞാല് ടോക്കോഫെറോൾ ആണ്. കെ എന്ന് പറയുന്നതാണ് ഇത്? ഫില്ലോക്വിനോൺ. ഫില്ലോക്വിനോൺ കെ എന്ന് പറയുന്നത് ഓർത്തു വയ്ക്കുക. ക്ലിയർ അല്ലേ? ഈ ടേബിൾ ഇപ്പോഴേ പഠിക്കുക. ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും വൈറ്റമിൻസിന്റെ ശാസ്ത്രീയ നാമം മാത്രം പഠിച്ചാലും മതിയായിരിക്കും. നമ്മൾ ബി പറഞ്ഞിരുന്നില്ല അല്ലെ. ബിയുടെ മാത്രമായിട്ട് ഒരു പേരുണ്ടാവോ നമുക്ക്? ഇല്ല. നമ്മൾ പറഞ്ഞു ബി എന്ന് പറയുന്നത് ബി കോംപ്ലക്സ്, ആ ഒരു ഗ്രൂപ്പിൽ തന്നെ നമുക്ക് 8 വൈറ്റമിൻസ് ഉണ്ട്. അപ്പൊ അതിന്റെയും കൂടി നമുക്ക് എന്ത് പഠിക്കണം? ഈ പറഞ്ഞിരിക്കുന്ന രാസനാമം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം പഠിക്കണം. കാര്യം ഇത് നമുക്ക് LGS ലെവലിൽ ഒരു എക്സാമിന് ചോദിച്ചിരുന്നതാണ് 2023 തന്നിരിക്കുന്നതിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തത് ഏത്? നമുക്കറിയാം ബി കോംപ്ലക്സിൽ എത്ര ജീവകങ്ങൾ വരുന്നുണ്ട്? 8 ജീവകങ്ങൾ വരുന്നുണ്ട്. അതില് ഏതാണ് ഉൾപ്പെടാത്തതെന്നാ ചോദിച്ചിരിക്കുന്നത്. ടോക്കോഫെറോളും നിയാസിനും തൈമിനും റൈബോഫ്ലാവിനും വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഇപ്പൊ പഠിച്ചത് എന്തായിരുന്നു? ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ ഏതാണ് നമ്മൾ പറഞ്ഞത്? ടോക്കോഫെറോൾ ഏതാണ്? ഇ ആണ്. കെ എന്ന് പറയുന്നത് ക്വിനോൺ ആണ് നമ്മൾ പറഞ്ഞിരുന്നു. ഫില്ലോക്വിനോൺ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഫില്ലോക്വിനോൺ. അതായത് കെ എന്ന് പറയുമ്പോൾ ക്വിനോൺ, ഫില്ലോക്വിനോൺ, അങ്ങനെ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ടോക്കോഫെറോൾ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ബാക്കി നിയാസിൻ, തൈമിൻ, റൈബോഫ്ലാവിൻ ഏതാണ്? ഓരോ ബി ഗ്രൂപ്പിലെ വൈറ്റമിൻസിന്റെ ഏതാണ് പേരുകൾ അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം വരുന്നതാണ്. അത് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കണം. അപ്പൊ ഇപ്പൊ ഓൾറെഡി നമ്മൾ കണ്ടു എന്താണ്? ടോക്കോഫെറോൾ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇ ആണ്. അത് ബി ഗ്രൂപ്പിൽ വരുന്നതല്ല. അപ്പൊ ആൻസർ എന്തായാലും നമുക്ക് കിട്ടും. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. ഇ എന്ന് പറയുന്നതാണ് ടോക്കോഫെറോൾ. അപ്പൊ ബാക്കിയുള്ളത് B1 ആണോ B2 ആണോ B3 ആണോ എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം കൃത്യമായിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ബി ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 8 ജീവകങ്ങൾ വരുന്നുണ്ട്. B1 ഉണ്ടാവും, B2 ഉണ്ടാവും, B3 ഉണ്ടാവും. പിന്നെ B5ഉം B6ഉം B7ഉം ഉണ്ടായിരിക്കും. പിന്നെ അടുത്തത് B9ഉം B12ഉം ആണ്. ഓക്കെ അല്ലെ? B1 B2 B3.
പിന്നെ അടുത്ത എന്താ B5 B6 B7, പിന്നെന്താണ് B9 B12 ആണ്. ഓരോന്നിന്റെയും പേര് ഇതുകൂടി നമുക്ക് പഠിക്കണം. B1 എന്ന് പറഞ്ഞാൽ എന്താണ്? തൈമിൻ ആണ്. ഓർത്ത് വെക്കുക, B1 എന്ന് പറയുമ്പോഴത്തേക്കും തൈമിൻ ആണ്. 1 ആണ്, അതിന്റെ മേലെ ഒരു വരയും കൂടെ വരയ്ക്കുമ്പോൾ എന്താ? TI, അതായത് തൈമിൻ ആണ് എന്നുള്ളത് ഓർക്കുക. അപ്പൊ B1ന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എന്താണ്? തൈമിൻ ആണ്, മാറിപ്പോകരുത്. ഇനി അടുത്തത് B2 ആണ്. B2 എന്ന് പറയുമ്പോൾ എന്താണ്? റൈബോഫ്ലാവിൻ ആണ്, ഓർത്ത് വെക്കുക. ഓക്കെ, സോ B1 എന്ന് പറയുന്നത് എന്താണ്? തൈമിൻ ആണ്, പറഞ്ഞു പഠിക്കുക കൂടെ. ഓക്കെ, B2 എന്ന് പറഞ്ഞാൽ എന്താണ്? റൈബോഫ്ലാവിൻ ആണ്. B3 എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് നിയാസിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ B1 തൈമിൻ, B2 റൈബോഫ്ലാവിൻ, B3 എന്ന് പറയുന്ന നിയാസിൻ ആണ്. 3 അല്ലേ, തിരിച്ചിട്ടാല് 4 ആയില്ലേ? സോ നിയാസിൻ എന്ന് നമുക്ക് പറഞ്ഞൂടെ? സോ B3 എന്ന് പറയുന്ന നിയാസിൻ ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കാം. ഇനി B5 എന്ന് പറഞ്ഞാൽ എന്താ? അത് നമുക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചാല് പ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അക്ഷരം കിട്ടും, അതായത് പാൻതോത്തനിക് ആസിഡ് ആണ് എന്നുള്ളത് ഓർക്കുക. ക്ലിയർ ആണോ? അപ്പൊ B1 എന്ന് പറയുമ്പോൾ 1 ആണ്, ഒരു വര ഇടുമ്പോ TI തൈമിൻ ആണ്. B2 എന്ന് പറയുമ്പോൾ റൈബോഫ്ലാവിൻ ആണ്. B3 എന്ന് പറയുമ്പോഴത്തേക്കും നിയാസിൻ ആണ്. B5 എന്ന് പറഞ്ഞാൽ പാൻതോത്തനിക് ആസിഡ് ആണ് എന്നുള്ളത് ഓർക്കുക. ഇനി B6 വരുന്നത് എന്താണ്? അതാണ് പിരിഡോക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? B6 എന്ന് പറഞ്ഞാൽ എന്താണ്? പിരിഡോക്സിൻ ആണ്. B7 എന്താണ്? അതാണ് ബയോട്ടിൻ എന്ന് പറയുന്നത്. ബയോട്ടിൻ ഒക്കെ വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ B7 എന്താ? ബയോട്ടിൻ ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കും. ക്ലിയർ ആണോ? പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് B9 ഉണ്ട്, B12 ഉണ്ട്. B9 ആണ് ഇത് ഫോളിക് ആസിഡ് എന്ന് പറയുന്നതും, B12 ആണ് ഇത് സയനോകൊബാലമീൻ, ഓർത്തു വയ്ക്കുക. ഓക്കെ, സോ B9 എന്ന് പറഞ്ഞാൽ ഫോളിക് ആസിഡ് ആണ്. B12 എന്ന് പറഞ്ഞാൽ സയനോകൊബാലമീൻ, ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നമുക്ക് പറയാം, ബി ഗ്രൂപ്പിൽ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. B1 B2 B3, പിന്നെ B5 B6 B7, അത് കഴിഞ്ഞാല് B8 കഴിഞ്ഞ് B9 ആണ്. B7 കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? B9 ഉണ്ട്. അടുത്തത് B12 ആണുള്ളത്. ഇങ്ങനെയാണ് 8 എണ്ണം വരുന്നത്. B1 എന്താണ്? തൈമിൻ ആണ്. B2 എന്ന് പറഞ്ഞാൽ റൈബോഫ്ലാവിൻ ആണ്. B3 എന്ന് പറഞ്ഞാൽ നിയാസിൻ ആണ്. B5 എന്ന് പറഞ്ഞാൽ എന്താണ്? പാൻതോത്തനിക് ആസിഡ് ആണ്. കൂടെ പറഞ്ഞു പോവാ കേട്ടോ. B6 എന്ന് പറയുമ്പോ പിരിഡോക്സിൻ ആണ്. B7 എന്ന് പറഞ്ഞാൽ ബയോട്ടിൻ ആണ്. B9 എന്ന് പറഞ്ഞാൽ എന്താ? ഫോളിക് ആസിഡ് ആണ്. B12 എന്ന് പറഞ്ഞാല് സയനോകൊബാലമീൻ ആണ്. ഇവിടെ ഒരു 2-3 കാര്യങ്ങൾ കൂടി നമുക്ക് എക്സ്ട്രാ നോട്ട് ചെയ്ത് വെക്കണം, നമ്മളോട് ചോദിക്കാറുള്ളതാണ്. ഒന്ന്, നമ്മൾ പറഞ്ഞു റൈബോഫ്ലാവിൻ എന്താ? വൈറ്റമിൻ B2 ആണ് അല്ലെ? ചിലപ്പോ നമുക്ക് B2 എന്നായിരിക്കില്ല, വൈറ്റമിൻ G എന്നും പറയും. ഓക്കെ, സോ റൈബോഫ്ലാവിൻ എന്തിന്റെ ശാസ്ത്രീയ നാമമാണെന്ന് ചോദിച്ചു ചിലപ്പോ നമുക്ക് B2 അവിടെ ഉണ്ടാവില്ല, G എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഓർക്കണം, B2 എന്ന് പറയുന്നതും G എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. അതായത് വൈറ്റമിൻ B2 ആണ് എങ്ങനെ നമ്മൾ പറയാ? വൈറ്റമിൻ G എന്നും പറയുന്നത്. ഇതേപോലെ ഇനി ഒരാളും കൂടി വരുന്നുണ്ട്. ഏതായിരിക്കും? B7 ആണ്. B7 നമ്മൾ പറഞ്ഞു ബയോട്ടിൻ ആണ്. അതിന് നമ്മൾ എന്ത് പറയും? വൈറ്റമിൻ H എന്നും പറയും. ഇത് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കണം, വൈറ്റമിൻ G ഉണ്ട്, വൈറ്റമിൻ H ഉണ്ട്. G എന്ന് പറയുന്നത് ഏതാ? B2 ആണ്, റൈബോഫ്ലാവിൻ ആണ്. ഇനി H എന്ന് പറയുന്നത് എന്താ? നമുക്ക് B7 ആണ്, ബയോട്ടിൻ ആണ് എന്നുള്ളത് ഓർക്കുക, മാറിപ്പോകരുത്. G എന്ന് പറഞ്ഞാൽ B2, അത് കഴിഞ്ഞിട്ടാണ് H വരുന്നത്, അതായത് B7 ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അതേപോലെ തന്നെ ഇവിടെ B12 നമ്മളെ പേര് കണ്ടോ? സയനോകൊബാലമീൻ. ആ പേര് നോക്കിയാല് നമ്മുടെ ഒരു ലോഹത്തിന്റെ പേര് നമുക്ക് അവിടെ കിട്ടില്ലേ? കൊബാലമീൻ എന്ന് പറയുമ്പോൾ കൊബാൾട്ടിലേക്ക് നമുക്ക് പോയിക്കൂടെ? ഇതും നമ്മളോട് കോമൺ ആയിട്ട് ചോദിക്കാറുള്ള കാര്യമാണ്. B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് എന്ന് നമ്മളോട് ചോദിക്കും. അപ്പൊ ഓർക്കണം, ഏതാണ്? സയനോകൊബാലമീൻ എന്നുള്ളതാണ് ഇതിന്റെ രാസനാമം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം. അവിടെ തന്നെയുണ്ട് ഏത് ലോഹമാണുള്ളത് എന്നുള്ളത്. എന്തായിരിക്കും? കൊബാലമീൻ എന്ന് പറയുമ്പോൾ കൊബാൾട്ടിലേക്ക് പോവാ. അപ്പൊ B12 എന്താ ഉള്ളത്? കൊബാൾട്ട് ആണ് ഉള്ളത്. സയനോകൊബാലമീൻ ആണ് ഇതിന്റെ ശാസ്ത്രീയ നാമം എന്നുള്ളത് ഓർത്തു വയ്ക്കാം. ക്ലിയർ ആണോ? ഈ 3 പോയിന്റുകൾ കൂടി ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു G എന്ന് പറഞ്ഞാൽ എന്താണ്? B2 ആണ്, റൈബോഫ്ലാവിൻ ആണ്. ഇനി H എന്ന് പറഞ്ഞാൽ എന്താണ്? B7 ആണ്, ബയോട്ടിൻ ആണ്. B12 വരുന്ന മൂലകം അല്ലെങ്കിൽ ലോഹം എന്ന് പറയുന്ന ഏതാണ്? കൊബാൾട്ട് ആണ്, സയനോകൊബാലമീൻ ആണ് ശാസ്ത്രീയ നാമം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ടേബിളും കൂടി നമ്മൾ പഠിച്ചു വയ്ക്കാം. അപ്പൊ B ഗ്രൂപ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇത്രയും വൈറ്റമിൻസ് ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് കാട് കയറിയൊന്നും നമ്മുടെ ഒരു LGS ലെവൽ എക്സാമിന് ചോദിക്കില്ല. പക്ഷെ നമുക്ക് ഈ B ഗ്രൂപ്പിൽ ഓരോന്നും എടുത്ത് പഠിക്കേണ്ടതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രീയ നാമം, അത് എല്ലാത്തിന്റെയും പഠിക്കണം. പിന്നെ ചിലതിന്റെ
അപര്യാപ്തത രോഗങ്ങൾ എല്ലാത്തിന്റെയും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരില്ല നമ്മുടെ ഒരു എക്സാമിന് വരുമ്പോ, എന്നാൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ജീവകങ്ങളുടെ അപര്യാപ്തത രോഗങ്ങൾ വരുന്നുണ്ട് ബി ഗ്രൂപ്പിൽ. അതൊക്കെ നമ്മൾ വഴിയെ പോകുമ്പോൾ കാണുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ് എന്ന് കരുതുന്നു. നമ്മൾ ശാസ്ത്രീയ നാമം പഠിച്ചു, 2 ടേബിളിലായിട്ട് എല്ലാത്തിന്റെയും നമ്മൾ കണ്ടു. അതേപോലെ തന്നെ നമ്മള് ലേയത്വത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ശരി, അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണത്തിലൂടെ അല്ലാതെ, ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് മുൻ വർഷങ്ങളില് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ജീവകം ബിയും എയും സിയും ഡിയും നമുക്ക് തന്നിട്ടുണ്ട്. ഭക്ഷണത്തിലൂടെ അല്ലാതെ നമുക്ക് ലഭിക്കുന്ന, അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ജീവകങ്ങളുടെ, അതായത് SCERT ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ബോക്സ് നോക്കിയാൽ നമുക്ക് കാണാം. അതായത് ഓരോ പ്രധാനപ്പെട്ട ജീവകത്തിന്റെയും സോഴ്സസ്, അതായത് സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് പ്രധാനമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതൊന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ റീസെന്റ് ആയിട്ട് നടന്ന LDC എക്സാമിന് കൂടി ഈ സ്രോതസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്കറിയാം ജീവകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പഴങ്ങളും പച്ചക്കറികളിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അടങ്ങിയിരിക്കുന്നതാണ്. പക്ഷെ ഭക്ഷണത്തിലൂടെ അല്ലാതെ നമുക്ക് ലഭിക്കുന്ന എന്താന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഓർക്കണം, ഓപ്ഷൻ ഡി ആണ്. ജീവകം ഡി ആണ്. ഓക്കെ, ഭക്ഷണത്തിലൂടെ അല്ലാതെ നമുക്ക് ലഭിക്കുന്ന ജീവകമാണ് ഇത്, ജീവകം ഡി എന്ന് പറയുന്നത്. ഒരു പ്രത്യേകത ഓർത്ത് വെക്കണം, നമുക്ക് സാധാരണ ഈ പറഞ്ഞിരിക്കുന്ന വൈറ്റമിൻ എ ആയിക്കോട്ടെ കാര്യങ്ങളൊക്കെ നമ്മുടെ പച്ചക്കറികളെ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ നമുക്ക് പച്ചക്കറികളിൽ നിന്ന് ലഭിക്കില്ലാത്ത ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ഓർക്കണം, ഏതായിരിക്കും? ഈ പറഞ്ഞിരിക്കുന്ന ജീവകം ഡി ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു പച്ചക്കറികൾ വൈറ്റമിൻ എ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്രോതസ് നോക്കുമ്പോഴത്തേക്കും ക്യാരറ്റ്, ചീര, അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നുണ്ടായിരിക്കും പച്ചക്കറികളിൽ അടങ്ങിയിരിക്കുന്നതാണ്. പക്ഷെ പച്ചക്കറികളിൽ നിന്ന് നമുക്ക് ലഭിക്കില്ലാത്തതാണ് ഏത്? നമുക്ക് ജീവകം ഡി എന്ന് പറയുന്നത് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ പിന്നെ ഇത് എവിടെയുള്ളത്? നമുക്ക് പാലുൽപ്പന്നങ്ങളിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എങ്ങനെ വിളിക്കും? സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കും. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം, ഏതായിരിക്കും? ജീവകം ഡി ആയിരിക്കും. അത് വിളിക്കാനായിട്ട് ഒരു കാരണമുണ്ട്. എന്തായിരിക്കും? നമുക്ക് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ഏത്? ജീവകം ഡി. അതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ജീവകം ഡിയുടെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ എങ്ങനെ ഇതിനെ വിളിക്കുക? സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കാം. കാരണം എന്താണ്? നമുക്ക് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് ഏത്? അങ്ങനെ പലതവണ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ജീവകം ഡി ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ഭക്ഷണത്തിലൂടെ അല്ലാതെയും നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ നിർമ്മിക്കുന്നതാണ്. നമുക്ക് പച്ചക്കറികളിൽ നിന്ന് ലഭിക്കുന്നില്ലാത്ത വൈറ്റമിൻ ആണ് ഓർത്ത് വെക്കണം, ഏത്? ജീവകം ഡി എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇതിന്റെ രാസനാമം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു? അസ്കോർബിക് ആസിഡ് ആണോ കാൽസിഫെറോൾ ആണോ? കാൽസിഫെറോൾ ആണ് അല്ലെ? കാൽസിഫെറോൾ എന്ന് പറയുന്നത് ഓർത്ത് വെക്കണം. അതാണ് ഇത് നമ്മുടെ ജീവകം ഡി. അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സി ആയിരുന്നു അസ്കോർബിക് ആസിഡ്. ഡി എന്ന് പറയുന്നത് എന്താ? അതാണ് കാൽസിഫെറോൾ എന്ന് പറയുന്നത്. എല്ലാത്തിന്റെയും ശാസ്ത്രീയ നാമം പഠിക്കണം. ജീവകം ഡിയുടെ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ കണ്ടു. അപ്പൊ ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ജീവകങ്ങളുടെ ആ സ്രോതസ്, ഇതാണ് നമ്മുടെ ആ ഒരു SCERT ചാപ്റ്ററില്, ടെക്സ്റ്റ് ബുക്കില് ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ഒരു ബോക്സ് ആണ്. സോ ഇതിൽ നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ കൊടുത്തിട്ടുണ്ട്, ADEK വൈറ്റമിൻസും. ജലത്തിൽ ലയിക്കുന്നത് BC നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ അപ്പൊ ഇതിന്റെയൊക്കെ സ്രോതസ് നോക്കിയാൽ വൈറ്റമിൻ എയിലേക്ക് പോയാൽ നമുക്ക് പച്ചക്കറികള്, ഈ ക്യാരറ്റ്, ചീര ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. അതേപോലെ ഇലക്കറികളിലൊക്കെ മുരിങ്ങയില, ചേമ്പില ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വൈറ്റമിൻ എ നമുക്ക് വരുന്നുണ്ട്. പച്ചക്കറികൾ കാര്യങ്ങളിൽ വരുന്നുണ്ട്. ഇനി ജീവകം കെയിലേക്ക് പോയാലും ഇതേപോലെ ഇലക്കറികളും കാര്യങ്ങളൊക്കെ, അതായത് ചീര, കോളിഫ്ലവർ, ക്യാബേജ് പോലെയുള്ള കാര്യങ്ങളിൽ വൈറ്റമിൻ കെ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന സ്രോതസ്സുകളിൽ നമുക്ക് എടുത്തു പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ടേബിളിൽ നമ്മൾ ശ്രദ്ധിക്കാം. എന്തൊക്കെയാന്ന് ചോദിച്ചാല്, ഒന്ന് ജീവകം ഡി ആണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതാണ്. അപ്പൊ ഭക്ഷണത്തിലൂടെ അല്ലാതെ നമുക്ക് ലഭിക്കുന്നു. പച്ചക്കറികളിൽ അടങ്ങിയിട്ടില്ല, പാലുൽപ്പന്നങ്ങളൊക്കെ ഇതിന്റെ സ്രോതസ്സിൽ വരുന്നതാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പം ഡി എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ശരീരത്തിൽ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളത് ഓർക്കണം. ഇനി അടുത്തത് ജീവകം ഇയിലേക്ക് പോയി കഴിഞ്ഞാല് ഇതിന്റെ സ്രോതസ് നോക്കിയാൽ എന്താ? സസ്യ എണ്ണകളിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതാണ് ഇത് ജീവകം ഇ എന്ന് പറയുന്നത്. അപ്പൊ ഡി നമ്മൾ കണ്ടു. ഇ എന്ന് പറയുന്നത് എന്താണ്? സസ്യ എണ്ണകളിൽ അടങ്ങിയിരിക്കുന്നതാണ്. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് ജീവകം സി. റീസെന്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിന് കൂടി ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ജീവകം സി എന്ന് പറഞ്ഞാല് അവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് സിട്രസ് ഫ്രൂട്ട്സ് ആണ്. അതായത്
പുളിരുചിയുള്ള പഴങ്ങളിലെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതാണ് ഏത് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അതായത് ഓറഞ്ച്, നാരങ്ങ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിന്റെ സ്രോതസ്സായിട്ട് വരുന്നതാണ്? ജീവകം സിയുടെ സ്രോതസ്. അപ്പൊ പുളിരുചിയുള്ള ഫലങ്ങളിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് വെക്കുക. നെല്ലിക്കയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും? ജീവകം സി ആയിരിക്കും, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിന്റെ സ്രോതസ്സായിട്ട് വരുന്നതാണ്? ജീവകം സിയുടെ സ്രോതസ്സായിട്ട് വരുന്നതാണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ ഓർത്തു വെക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അടുത്ത നമ്മൾ ഓർത്തു വെക്കേണ്ട ഒന്നാണ് വൈറ്റമിൻ ബിയുടെ കേസ്. വൈറ്റമിൻ ബിയിൽ നോക്കിയാൽ ഈ മുട്ട, പാല്, ചേമ്പില ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ എടുത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ധാന്യങ്ങളുടെ തവിടില് അടങ്ങിയിരിക്കുന്നതാണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കണം. നമ്മൾ പറഞ്ഞു ബി ഗ്രൂപ്പില് 8 വൈറ്റമിൻസ് ഉണ്ട്. അരിയുടെ തവിടില് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം എന്ന് അവിടെ എടുത്തു ചോദിക്കുകയാണെങ്കിൽ ഓർക്കണം, നമ്മുടെ B1 ആണ്. ശാസ്ത്രീയ നാമം നമ്മൾ എന്താ പറഞ്ഞത്? തൈമിൻ ആണ്, അല്ലെ? സോ B1 അല്ലെങ്കിൽ തൈമിൻ അരിയുടെ തവിടില് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പൊ ഈ ഒരു ബോക്സില് ഡിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കുന്നതാണ്. ഇയിൽ എന്ന് പറയുമ്പോൾ ഓർക്കുക സസ്യ എണ്ണകളാണ്. സി എന്ന് പറയുമ്പോൾ അവിടെ ഓർക്കേണ്ടത് എന്താണ്? പപ്പായ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് പുളിരുചിയുള്ള, നമുക്ക് നാരങ്ങ, എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഓറഞ്ച് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ. ബിയില് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് എന്താണ്? ധാന്യങ്ങളുടെ തവിട്. അരിയുടെ തവിടില് ധാരാളമായിട്ടുള്ളത് എന്താണ്? നമ്മുടെ വൈറ്റമിൻ B1 അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക. ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ റീസെന്റ് ആയിട്ട് നടന്ന നമ്മുടെ LDC എക്സാമിനായിരുന്നു ചോദിച്ചിരുന്ന ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഓരോന്ന് തന്നിരിക്കുന്നത്. പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു ആന്റി ക്യാൻസർ വൈറ്റമിൻ, യുവത്വം നിലനിർത്തുന്നു, രോഗപ്രതിരോധ ശേഷി, മോണയുടെ ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നു. ഇത്രയും നമുക്ക് തരുന്നുണ്ട്. ഇതില് ജീവകം സിയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ളത് ഏതെന്ന് ചോദിച്ചാല് ഈ പറഞ്ഞിരിക്കുന്ന ബിയും സിയും ഡിയും ഒക്കെ നമുക്ക് എന്താണ്? ശരിയായിട്ട് വന്നിരിക്കുന്നതാണ്. സ്രോതസ് വന്നിരിക്കുന്നതിലാണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. പാല്, മുട്ട കാര്യങ്ങളിൽ അടങ്ങിയിട്ടില്ലാത്ത ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട സ്രോതസ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഇതേപോലെ പുളിരുചിയുള്ള ഫലങ്ങളിലാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? ഈ പറഞ്ഞിരിക്കുന്ന നാരങ്ങ, ഓറഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്. നെല്ലിക്കയൊക്കെ എന്താണ്? നമുക്ക് ജീവകം സിയുടെ സ്രോതസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ പുളിരുചിയുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. പാല്, മുട്ട എന്നിവയിൽ എന്തടങ്ങിയിട്ടില്ല? ജീവകം സി അടങ്ങിയിട്ടില്ല എന്നുള്ളത് ഓർത്തു വെക്കുക. പച്ചക്കറിയിൽ അടങ്ങിയിട്ടില്ലാത്തതായിരുന്നു ഏത്? വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കാൽസിഫെറോൾ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇവിടെ വൈറ്റമിൻ സിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തൊക്കെ ഇവിടെ പറയുന്നുണ്ട്? ഒന്ന് നമ്മുടെ ആന്റി ക്യാൻസർ വൈറ്റമിൻ ആണ്. അപ്പൊ ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ചോദിച്ചാൽ ഓർക്കണം വൈറ്റമിൻ സി ആണ്. അതേസമയം നമുക്ക് ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആര്? ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ ഓർക്കുക, അത് വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്ന് പറയുന്നത് സി ആണ്. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്ന് പറയുന്നത് ഏതാണ്? ഇ ആണ് എന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ യുവത്വം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്? സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ്. അതേസമയം ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതായിരിക്കും? ബ്യൂട്ടി വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ അത് ഇ ആണ് എന്നുള്ളത് ഓർക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ സി ആണ്, ഹൃദയത്തിന്റെ സംരക്ഷകൻ ഇ ആണ്. യുവത്വം നിലനിർത്തുന്നതിന് സഹായിക്കുന്നത് സി ആണ്, പക്ഷെ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് പറയുന്നത് ഏതാണ്? ഇ ആണ് എന്നുള്ളത് ഓർക്കുക. ഇ അല്ലെങ്കിൽ ടോക്കോഫെറോൾ ആണ്. ഇത് രണ്ടും മാറിപ്പോകാതെ നമ്മൾ പഠിച്ചു വെക്കുക. പിന്നെ അതേപോലെ തന്നെ മോണയുടെ ആരോഗ്യം, അത് പ്രത്യേകം ഓർത്ത് വെക്കുക. വൈറ്റമിൻ സി എന്ന് പറയുന്ന മോണയുടെ ഒക്കെ, അതേപോലെ തന്നെ രക്തകോശങ്ങൾ, നമുക്കറിയാം രക്തകോശങ്ങൾ WBC ഒക്കെ എന്താണ്? നമുക്ക് രോഗപ്രതിരോധ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ശ്വേതരക്താണുക്കൾ. അങ്ങനെയുള്ള രക്തകോശങ്ങളുടെയും ഒക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളതാണ് ഇത്? നമുക്ക് ജീവകം സി. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷിക്ക് അതേപോലെ തന്നെ മോണയുടെ ആരോഗ്യത്തിനൊക്കെ ആവശ്യമായിട്ടുള്ളത് ഏതാന്ന് ചോദിച്ചാൽ ജീവകം സി ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ മോണ, രക്തകോശങ്ങൾ ഇതിന്റെയൊക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളതാണ് ജീവകം സി. അതേപോലെ ഇതിന്റെ സ്രോതസ് നമ്മൾ പറഞ്ഞു എന്താണ്? പുളിരുചിയുള്ള നമ്മുടെ ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ചൂടാക്കിയാൽ നശിക്കുന്ന വൈറ്റമിൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. വൈറ്റമിൻ ബിയും എയും ഡിയും സിയും നമുക്ക് തന്നിട്ടുണ്ട്. ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്?
ഓർക്കണം, നമ്മൾ ഇപ്പൊ പറഞ്ഞു നിർത്തിയ കാര്യം തന്നെയാണ്. ഇത്രയും നേരം നമ്മൾ ആരുടെ പ്രത്യേകതയാ പറഞ്ഞുകൊണ്ടിരുന്നത്? അസ്കോർബിക് ആസിഡ് ആണ് അല്ലെ, അതായത് ജീവകം സിയുടെ പ്രത്യേകതകളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലൊരു പോയിന്റ് കൂടി നമുക്ക് വരികയാണ്. ചൂടാക്കുമ്പോ നശിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പാകം ചെയ്യുമ്പോൾ നശിക്കുന്ന വൈറ്റമിൻ ഏത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഓർക്കണം, ഏതാണ്? അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ സി ആണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളത് ഓർത്തു വെക്കണം. അപ്പൊ ബാക്കിയുള്ള പോയിന്റുകളുടെ കൂടെ നമ്മൾ പറഞ്ഞു അസ്കോർബിക് ആസിഡ് ആണ്, ആന്റി ക്യാൻസർ വൈറ്റമിൻ ആണ്, യുവത്വം നിലനിർത്തുന്നതിന് സഹായിക്കുന്നതാണ്, മോണയുടെയും രോഗപ്രതിരോധ ശേഷിക്കൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്, മോണയുടെ ആരോഗ്യത്തിനൊക്കെ ആവശ്യമാണ് നമ്മൾ പറഞ്ഞു. പ്ലസ് എന്താണ്? ചൂടാക്കുമ്പോ അല്ലെങ്കിൽ പാകം ചെയ്യുമ്പോ നശിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ചൂടാക്കുമ്പോ നശിക്കുന്നത് വൈറ്റമിൻ സി ആണെന്നുണ്ടെങ്കിൽ തണുപ്പിക്കുമ്പോ നശിക്കുന്നത് ഏത് വൈറ്റമിൻ ആയിരിക്കും? ഓർത്ത് വെക്കണം, വൈറ്റമിൻ കെ ആണ്. ഓക്കെ, ചൂടാക്കുമ്പോ നശിക്കുന്നത് ഏതാണ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നത് സി ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. തണുപ്പിക്കുമ്പോ നഷ്ടപ്പെട്ടു പോകുന്നത് ഏതാണ്? കെ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. കെ അല്ലെങ്കിൽ ഫില്ലോക്വിനോൺ അല്ലേ നമ്മൾ ശാസ്ത്രീയ നാമം പറഞ്ഞ. ഇനി അതേസമയം ഇതേപോലെ അടുത്തൊരെണ്ണം കൂടി നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൂര്യപ്രകാശത്തിൽ നിർമ്മിക്കുന്നത് ഏതെന്ന് ചോദിക്കുമ്പോ ഏതായിരിക്കും നമുക്ക്? വൈറ്റമിൻ ഡി ആണ്, കാൽസിഫെറോൾ ആണ്. അങ്ങനെയാണെങ്കിൽ സൂര്യപ്രകാശത്തിൽ നശിക്കുന്ന ജീവകമുണ്ട്, അത് ഏതായിരിക്കും നമുക്ക്? ബി ഗ്രൂപ്പിൽ വരുന്നതാണ്, ഓർത്ത് വെക്കണം, വൈറ്റമിൻ B2 ആണ്. ഇതിന്റെ ശാസ്ത്രീയ നാമമാണ് നമ്മൾ എന്ത് പറഞ്ഞു പഠിച്ചത്? റൈബോഫ്ലാവിൻ എന്നായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് അല്ലെ. അപ്പൊ B2 അല്ലെങ്കിൽ റൈബോഫ്ലാവിന്റെ പ്രത്യേകത അത് സൂര്യപ്രകാശത്തിൽ നശിക്കുന്നതാണ് എന്നുള്ളത് ഓർക്കുക. അതേസമയം സൂര്യപ്രകാശത്തിൽ നിർമ്മിക്കപ്പെടുന്നതാണ് ഇത് ജീവകം ഡി. ക്ലിയർ അല്ലേ? അപ്പൊ ചൂടാക്കുമ്പോ നശിക്കുന്നത് സി ആണ്, തണുപ്പിക്കുമ്പോ നശിക്കുന്നത് കെ ആണ്. തിരിഞ്ഞു പോകരുത്. സൂര്യപ്രകാശത്തിൽ നിർമ്മിക്കുന്നത് ഡി ആണെങ്കിൽ സൂര്യപ്രകാശത്തിൽ നശിക്കുന്നത് ഏതായിരിക്കും? B2 ആയിരിക്കും എന്നുള്ളത് ഓർത്തു വെക്കുക. അതേപോലെ തന്നെ B2ന്റെ അടുത്തൊരു പ്രത്യേകത കൂടി ഓർക്കണം. പാലിന്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണമായിട്ടുള്ള ജീവകം ഏത് എന്ന് ചോദിക്കാം. അതും ഏത് തന്നെയാണ്? B2 തന്നെയാണ്. ഓക്കെ, അപ്പൊ B2ന്റെ രണ്ട് പ്രത്യേകത നമുക്ക് എന്താണ്? ഒന്ന് സൂര്യപ്രകാശത്തിൽ നശിക്കുന്നു, അതേപോലെ തന്നെ പാലിന്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണമായിട്ടുള്ള ജീവകമാണ് B2 അല്ലെങ്കിൽ നമ്മുടെ റൈബോഫ്ലാവിൻ എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ശരി. അപ്പോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെയും നമുക്ക് ജീവകം നമ്മൾ പറഞ്ഞിരുന്നു, ഓരോ ജീവകം അത് എന്തിനാണ് ആവശ്യം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. നമ്മൾ കുറച്ചു മുൻപ് കണ്ടിട്ടുള്ള ബോക്സിൽ നമുക്ക് സ്രോതസ് മാത്രമല്ല ഓരോന്നും എന്തിനൊക്കെയാണ് ആവശ്യം അല്ലെങ്കിൽ എന്തിന്റെയൊക്കെ ആരോഗ്യത്തിന് സഹായിക്കുന്നു എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് നമ്മൾ ജീവകം സിയുടേത് കണ്ടു. എന്തായിരുന്നു? നമുക്ക് രക്തകോശങ്ങളുടെയും മോണയുടെയും ഒക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. അടുത്ത ചോദിക്കുന്നത് കണ്ണിന്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം ഏത്? ഡിയും സിയും കെയും എയും നമുക്ക് തന്നിട്ടുണ്ട്. കണ്ണ് എന്ന് പറയുമ്പോൾ ഇത് എപ്പോഴും കോമൺ ആയിട്ട് നമുക്ക് ചോദിക്കാറുള്ളതാണ്. കണ്ണിന്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഓർക്കണം, വേറൊന്നുമല്ല, ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി ആണ്, ജീവകം എ ആണ്. ജീവകം എയുടെ ശാസ്ത്രീയ നാമം നമ്മൾ പറഞ്ഞ എന്താണ്? റെറ്റിനോൾ ആണ് അല്ലെ. റെറ്റിനോൾ അല്ലെങ്കിൽ ജീവകം എ എന്തിനാവശ്യമാണ്? കണ്ണിന്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനം. കണ്ണ് മാത്രമല്ല, കണ്ണ് എന്താണ്, ത്വക്ക്, മുടിയുടെ ഒക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. എടുത്തു പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മെയിൻ ആയിട്ട് കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം എ അല്ലെങ്കിൽ റെറ്റിനോൾ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കാം. ഓക്കെ, അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത്, ഇതും കോമൺ ആയിട്ട് കണ്ണിന്റെ കേസ് പറയുന്ന പോലെ തന്നെ കോമൺ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അസ്ഥിയുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്ക് നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ജീവകം കെയും ഡിയും എയും സിയും തന്നിട്ടുണ്ട്. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം എന്ന് പറയുമ്പോൾ ഓർക്കണം, അവിടെ ആൻസർ എന്തായിരിക്കും? ജീവകം ഡി ആണ് നമുക്ക് വരുന്നത്. ഡി അല്ലെങ്കിൽ കാൽസിഫെറോൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കണ്ണിന്റെ ആരോഗ്യമാണ് മെയിൻ ആയിട്ട്. സി നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു, രക്തകോശങ്ങള് മോണയുടെ ഒക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. രോഗപ്രതിരോധ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ സി ആയിരിക്കും എന്നുള്ളത് ഓർത്തു വെക്കുക. പിന്നെ നമുക്ക് എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം എന്ന് പറയുമ്പോൾ ജീവകം ഡി ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. നമ്മൾ പറഞ്ഞു കാൽസിഫെറോൾ ആണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഈ പ്രധാനപ്പെട്ട ജീവകങ്ങളുടെ ഒക്കെ അതെന്തിനൊക്കെ സഹായിക്കുന്നു അല്ലെങ്കിൽ എന്തിന്റെയൊക്കെ ആരോഗ്യത്തിനാണ് ആവശ്യം എന്നുള്ളത് ആ ഒരു ബോക്സിൽ നമ്മൾ കുറച്ചു മുന്നേ കണ്ടിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ ബോക്സിലുള്ളത് തന്നെയാണ്. നമുക്ക് അതൊന്ന് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോകാം. അതിൽ എ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കണ്ണാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. കണ്ണ് മാത്രമല്ല, ത്വക്ക്, മുടി. ഇങ്ങനെ ഒരു എക്സാമിന് നമുക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ണ് മാത്രമല്ലേ പഠിച്ചുള്ളൂ, ത്വക്ക്, മുടിയുടെ ഒക്കെ ആരോഗ്യത്തിന് എ വേണോ, വൈറ്റമിൻ എ വേണോ എന്ന് ചിന്തിച്ചിരിക്കരുത്. കണ്ണ്, ത്വക്ക്, മുടിയുടെ ഒക്കെ ആരോഗ്യത്തിന്, അതായത് SCERT അതേപടി പറയുന്ന കാര്യമാണ്. അത്
എടുത്ത് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ കണ്ണ്, ത്വക്ക്, മുടിയുടെ ഒക്കെ ആരോഗ്യത്തിന് ആവശ്യം എന്താണ്? നമുക്ക് വൈറ്റമിൻ ഇ ആവശ്യമാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ബിയിലേക്ക് പോകുമ്പോൾ ഓർക്കണം, RBC അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട വൈറ്റമിൻ ആണ് ഇത്. നമുക്ക് ബി ഗ്രൂപ്പിൽ വരുന്ന B12 കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. സോ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക. നമുക്ക് RBCയുടെ നിർമ്മാണം നമ്മൾ പറഞ്ഞിരുന്നു. B1, B2, B3 എന്ന് പറഞ്ഞിട്ട് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഒരു ലെവൽ ഓഫ് എക്സാമിന് നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് ബി ഗ്രൂപ്പിൽ ആ ഒരു അല്ലെങ്കിൽ വൈറ്റമിൻ ബിയുടെ എന്തിനെ സഹായിക്കുന്നു പ്രത്യേകത ഓർത്ത് വെക്കുക. സോ അതെന്താണ്? ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ RBCയുടെ നിർമ്മാണം ത്വക്കിന്റെ ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള, നമ്മൾ പറഞ്ഞു എയും എന്താണ്? ത്വക്കിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ ഡിയും എന്താണ്? ത്വക്കിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പൊ ബി എന്ന് പറയുമ്പോൾ RBC അല്ലെങ്കിൽ ചുവന്ന രക്താണുവിന്റെ നിർമ്മാണം എന്നുള്ളത് ഓർത്ത് വെക്കുക. ത്വക്കിന്റെ ആരോഗ്യം, ഇതിനൊക്കെയാണ് ജീവകം ബി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ നമുക്ക് ചോദിക്കാം. ഇനി അടുത്തത് സി നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. നമുക്ക് എന്താണ്? മോണയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കണം. മോണയുടെ ആരോഗ്യത്തിന്, അതേപോലെ തന്നെ രക്തകോശങ്ങളുടെ, പല്ലിന്റെ, ത്വക്കിന്റെ ഒക്കെ ആരോഗ്യത്തിന് എന്ത് നമുക്ക് വരുന്നുണ്ട്? ജീവകം സിയും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും സിയുടെ കേസിൽ നമ്മൾ ഓർത്ത് വെക്കാം. ഇനി ഡിയിൽ നമ്മൾ പറഞ്ഞിരുന്നു എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം ഡി. അതേപോലെ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നമ്മുടെ ശരീരത്തില് കാൽഷ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും നമുക്ക് ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ ഓർക്കണം, കാൽഷ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഏതായിരിക്കും? ജീവകം ഡി ആണ്, കാൽസിഫെറോൺ ആണ്. നമ്മൾ പറഞ്ഞു തുടക്കത്തില് ജീവകം ഡിക്ക് കാൽഷ്യവുമായിട്ട് ബന്ധമുണ്ട് അല്ലെ? അപ്പൊ അതായത് കാൽഷ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും, കാൽഷ്യം മാത്രമല്ല, കാൽഷ്യം ഒക്കെ എന്തിനാ ആവശ്യം? അസ്ഥികളുടെ ആരോഗ്യത്തിനാണ്. അപ്പൊ അസ്ഥിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇത്. ജീവകം ഡി ആണെങ്കിലും കാൽഷ്യം എന്ന് പറയുന്ന നമ്മുടെ ധാതുവൊക്കെ. അപ്പൊ ഓർക്കുക, കാൽഷ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ആഗിരണത്തിന് ആവശ്യമായിട്ടുള്ളതാണ് ഇത്. ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് ജീവകം ഡി അല്ലെങ്കിൽ കാൽസിഫെറോൾ. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ട് വരുന്നു എന്നുള്ളത് ഓർക്കുക. അതേസമയം നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു കാൽഷ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ആഗിരണം ഉത്തേജിപ്പിക്കുന്നത് ജീവകം ഡി ആണെങ്കിൽ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് ഏത് വൈറ്റമിൻ ആയിരിക്കും? അത് സി ആണ് എന്നുള്ളത് ഓർക്കുക. ഇത് രണ്ടും മാറരുത്. ഓക്കെ, അപ്പൊ സിയും ഉണ്ട്, ഡിയും ഉണ്ട്. സി എന്തിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കും? ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് സി ആയിരിക്കും. കാൽഷ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ആഗിരണം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഡി ആണ് എന്നുള്ളത് ഓർത്തു വെക്കാം. ക്ലിയർ അല്ലേ? ഇമ്പോർട്ടന്റ് ആണ്, മാറിപ്പോകരുത്. ഇരുമ്പ് എന്ന് പറയുമ്പോൾ സി ആണ്, കാൽഷ്യം ഫോസ്ഫറസ് ഡി ആണ് എന്നുള്ളത് ഓർത്തു വെക്കാം. ക്ലിയർ ആണോ? അപ്പൊ ABCD 4 നമ്മൾ കണ്ടു. ഇനി അടുത്തതിലേക്ക് പോയാൽ ഇയും കെയും ആണ് നമുക്ക് വരുന്നത്. ജീവകം ഇ എന്ന് പറയുമ്പോൾ ഓർക്കുക, നാഡികളുടെയും RBCയുടെയും ഒക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളതാണ് ഇത് ജീവകം ഇ അല്ലെങ്കിൽ ടോക്കോഫെറോൾ. അതല്ലേ നമ്മുടെ ശാസ്ത്രീയ നാമം നമ്മൾ പഠിച്ചത്. അതേപോലെ തന്നെ ഓർക്കുക, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിനും നമുക്ക് എന്താവശ്യമാണ്? ജീവകം ഇ ആവശ്യമാണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അതേസമയം ഇനി ജീവകം കെയിലേക്ക് വന്നാൽ ഇതും നമ്മളോട് ചോദിക്കാറുള്ളതാണ്. കെ എന്തിനാ? കട്ട പിടിക്കാൻ, അതായത് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളതാണ് ഇത്. നമുക്ക് ജീവകം കെ അല്ലെങ്കിൽ ഫില്ലോക്വിനോൺ എന്ന് പറയും അല്ലെ? കെ ക്വിനോൺ, ഫില്ലോക്വിനോൺ ആണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? എ എന്ന് പറയുമ്പോൾ കണ്ണ്, ത്വക്ക്, മുടിയുടെ ഒക്കെ, പ്രധാനമായിട്ട് കണ്ണ് ഓർക്കുക. ബി എന്ന് പറയുമ്പോൾ നമുക്ക് RBCയുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ളതാണ് ബി എന്ന് പറയുന്നത്, ത്വക്കിന്റെ ആരോഗ്യം. സി എന്ന് പറയുമ്പോൾ മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങള്. ഡി എന്ന് പറയുമ്പോൾ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം. ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ഏതാണ്? സി ആണ്. കാൽഷ്യം ഫോസ്ഫറസ് ആണെങ്കിൽ ഡി ആണ്. വൈറ്റമിൻ ഇയിലേക്ക് പോകുമ്പോൾ എന്താ? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളതാണ് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായിട്ടുള്ള പ്രവർത്തനം. അതും പ്രധാനമായിട്ട് ഓർത്തു വെക്കുക. കെ എന്ന് പറയുമ്പോൾ കട്ട പിടിക്കാൻ, രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ളതാണ് ജീവകം കെ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ വൈറ്റമിൻസും നമ്മൾ കണ്ടു. അതിന്റെ എല്ലാത്തിന്റെയും എന്തിന്റെയൊക്കെ ആരോഗ്യത്തിനാണ് ആവശ്യം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ 2 ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏത്? നമുക്ക് കെയും സിയും ബിയും എയും തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഇരുമ്പിന്റെ ആഗിരണം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? സി ആണോ ഡി ആണോ? സിയും ഡിയും ആയിരുന്നു അവിടെ നമ്മൾ കണ്ടത്. സി ആണ് അല്ലെ? കിട്ടുന്നുണ്ടല്ലോ ആൻസർ. വൈറ്റമിൻ സി ആണ് ഇത് ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന. അതേസമയം നമ്മൾ പറഞ്ഞു കാൽഷ്യം ഫോസ്ഫറസ് വരുമ്പോഴാണ് ഇത് ജീവകം ഡി അല്ലെങ്കിൽ കാൽസിഫെറോള് നമുക്ക് വരുന്നത്. ഓക്കെ, ശരി. അപ്പൊ അത് ഓർക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നതില്
ഏത് വൈറ്റമിൻ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്? ഇപ്പൊ നമ്മൾ കണ്ടതാണ്. പെട്ടെന്ന് നമുക്ക് ആൻസർ പറയാം. കട്ട പിടിക്കാൻ, രക്തം കട്ട പിടിക്കാൻ എന്താണ്? ജീവകം കെ അല്ലെങ്കിൽ ഫില്ലോക്വിനോൺ ആണ്. അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പം എല്ലാത്തിന്റെയും ധർമ്മങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. ഈ 4 5 എന്താണ്? എയും ബിയും സിയും ഡിയും ഇയും കെയും ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത നമുക്ക് നോക്കിയാൽ ലാസ്റ്റ് നമുക്ക് ഒരു ഭാഗം കൂടി ഇനി വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു അപര്യാപ്തത രോഗങ്ങൾ നമ്മളോട് പേരെടുത്ത് ചോദിക്കും. അപ്പൊ അതും ഇന്ന വൈറ്റമിന്റെ അപര്യാപ്തത ഇന്ന രോഗത്തിന് കാരണമാകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. അപ്പൊ ഇവിടെ വൈറ്റമിൻ എ എപ്പോഴും നമ്മളോട് ചോദിക്കാറുള്ള ഒന്നാണ്. ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ ജീവകം എ വരാറുണ്ട്, ജീവകം സി എപ്പോഴും ചോദിക്കാറുണ്ട്, ഇതൊക്കെ വരും. അപ്പൊ വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഏതായിരിക്കും? കരൾ വീക്കം ഉണ്ട്, വർണ്ണാന്തത, നിശാന്തത, തിമിരം. നമ്മൾ പറഞ്ഞിരുന്നു വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ എന്തിനെ ആലോചിക്കണം? കണ്ണിനെ ആരോഗ്യിക്കണം. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളതാണ് വൈറ്റമിൻ എ. അപ്പൊ എന്തായാലും ഇതിന്റെ അപര്യാപ്തത എന്തിന്റെ കാരണമാകും? കണ്ണിന്റെ ആരോഗ്യത്തിന് തകരാറുണ്ടാക്കും, ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗങ്ങൾ ഉണ്ടാക്കും. അപ്പൊ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് വർണ്ണാന്തത, നിശാന്തത, തിമിരം ഒക്കെ. ഇതില് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഏതായിരിക്കും? ഓർക്കണം, നമുക്ക് നിശാന്തതയാണ്, വർണ്ണാന്തതയല്ല, നിശാന്തതയാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് ആ പേരിലുണ്ട് അല്ലെ. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് നമുക്ക് എന്താ സംഭവിക്കാം? ഈ രോഗം എന്ന് പറഞ്ഞാൽ എന്താ? മങ്ങിയ വെളിച്ചത്തില് കാഴ്ച അസാധ്യമായിട്ട് പോകുന്ന അവസ്ഥയാണ് ഇത് നിശാന്തത എന്നാ നമുക്ക് പറയുന്നത് അല്ലെ. പക്ഷെ വർണ്ണാന്തത എന്താ? വൈറ്റമിൻ എയുമായിട്ട് ബന്ധമുള്ളതല്ല. വർണ്ണാന്തത എന്ന് പറയുമ്പോൾ ആ പേരിലുണ്ട് എന്താ? നമുക്ക് നിറങ്ങൾ തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല, അതാണ് വർണ്ണാന്തത. പക്ഷെ നിശാന്തത എന്ന് പറയുമ്പോൾ മങ്ങിയ വെളിച്ചത്തിലെ കാഴ്ചകൾ അസാധ്യമായിട്ട് പോകുന്നതാണ് നിശാന്തത. അതാണ് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ പിന്നെയും വൈറ്റമിൻ എയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. ഇതും പലവണ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായിട്ട് തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേരെന്ന് പറഞ്ഞ് ഗ്ലോക്കോമ, തിമിരം, സിറോഫ്താൽമിയ, നിശാന്തത തന്നിട്ടുണ്ട്. ഇതാണോ നമുക്ക് നിശാന്തതയാണോ ആൻസർ വരിക ഇവിടെ? അല്ല അല്ലെ. ഇപ്പൊ നമ്മൾ വൈറ്റമിൻ എയുടെ കേസിൽ ഓൾറെഡി ഒന്ന് പറഞ്ഞു നിശാന്തത. നിശാന്തത മാത്രമല്ല വരുന്നത്. നിശാന്തത എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു അത് വേറൊരു കണ്ടീഷൻ ആണ്. ഇവിടെ പറയുന്നത് വേറൊരു കണ്ടീഷനാണ്. ഇവിടെ എന്താ പ്രശ്നം? കോർണിയ അതാര്യമായിട്ട് തീരും. അതായത് വൈറ്റമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള അഭാവം മൂലം കോർണിയ വരണ്ട് ഈർപ്പരഹിതവും അതാര്യവുമായിട്ട്, നമുക്കറിയാം കണ്ണില് ഇവിടെ ഏറ്റവും പുറമേയുള്ള പാളിയില് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് വരുന്ന ഒരു ഭാഗമാണ് കോർണിയ. കണ്ണിലെ കോർണിയ, കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ നമ്മൾ എന്താ മാറ്റിവെക്കുക? കോർണിയാണ് മാറ്റിവെക്കുന്നത് അല്ലെ. ആ കോർണിയ വരണ്ട് ഈർപ്പരഹിതവും അതാര്യവുമായിട്ട് തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. അതിന് നമ്മൾ പറയുന്നതാണ് ഇത് സിറോഫ്താൽമിയ എന്ന് പറയും. അപ്പൊ വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങൾ പഠിക്കുമ്പോൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് 2 രോഗങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് നിശാന്തതയും, പിന്നെ അടുത്ത എന്താണ്? അതായത് നമ്മുടെ സിറോഫ്താൽമിയ. രണ്ടും ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു കോർണിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സിറോഫ്താൽമിയ എന്നുള്ളത് ഓർക്കുക. നിശാന്തത നമ്മൾ പറഞ്ഞു എന്താണ്? മങ്ങിയ വെളിച്ചത്തില് കാഴ്ച അസാധ്യമായിട്ട് പോകുന്നതാണ്. അതിന് കോർണിയയുമായിട്ടല്ല ബന്ധം വരുന്നത്. പിന്നെ എന്തായിരിക്കും? വൈറ്റമിൻ എയുടെ കുറവ് മൂലം എന്തിനാ നമുക്ക് പ്രശ്നം വരുന്നത്? അതായത് നമ്മുടെ കണ്ണില് കാഴ്ചയ്ക്ക് സഹായിക്കുന്ന, എടുത്തു പറയുകയാണെങ്കിൽ ഇതേപോലെ മങ്ങിയ വെളിച്ചത്തിലെ കാഴ്ചകള് സാധ്യമാക്കുന്നതിന് സഹായിക്കുന്ന പ്രത്യേക കോശങ്ങൾ കണ്ണിലുണ്ട്. നമ്മൾ കണ്ണിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്കും കാണുന്നതാണ് ഏതായിരിക്കും? റോഡ് കോശങ്ങളാണ്. റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത് ഓർത്തു വെക്കുക. എന്തിനു സഹായിക്കുന്നതാണ്? മങ്ങിയ വെളിച്ചത്തിലെ കാഴ്ച സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കണ്ണില് കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് ഇത് റോഡ് കോശം. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കണം. ഇതേപോലെ നമ്മൾ കണ്ണിലെ കോൺ കോശങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പഠിക്കും. 2 തരത്തിലാണ് കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. കോൺ കോശങ്ങൾ എന്തിനാ നമുക്ക് സഹായിക്കുക? നമുക്ക് നിറങ്ങൾ തിരിച്ചറിയാനാണ് അല്ലെ. അതായത് പകൽ സമയത്ത് വ്യക്തമായിട്ടുള്ള കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് ഏതായിരിക്കും? കോൺ കോശങ്ങളാണ്. അല്ലെങ്കിൽ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഏതാണ്? കോൺ കോശങ്ങളാണ്. ആ കോൺ കോശങ്ങൾക്ക് തകരാറുണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? വർണ്ണാന്തത എന്ന് പറയുന്ന നിറങ്ങൾ തിരിച്ചറിയാനുള്ള പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നത്, തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന കാര്യം. നമ്മൾ പറഞ്ഞ എന്താണ്? കോൺ കോശങ്ങൾ എന്ന് പറയുന്നത് എന്തിനാണ്? നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കും. അപ്പൊ കോൺ കോശങ്ങൾ തകരാറിലായാൽ എന്ത് പറ്റും? നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റില്ല. അതാണ് വർണ്ണാന്തത. അത് കോൺ കോശങ്ങളുമായിട്ടാണ് ബന്ധം എന്നുള്ളത് ഓർക്കുക. അതേസമയം
റോഡ് കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിശാന്തത. ഓർത്ത് വെക്കണം. നമ്മൾ പറഞ്ഞു പകൽ സമയത്ത് വ്യക്തമായ കാഴ്ചയ്ക്കും നിറങ്ങൾ തിരിച്ചറിയാനും എന്ത് സഹായിക്കുന്നുണ്ട്? കണ്ണിലുള്ള ഏത് കോശങ്ങൾ? കോൺ കോശങ്ങൾ നമുക്കുണ്ട്. പക്ഷെ മങ്ങിയ വെളിച്ചത്തിലെ കാഴ്ച സാധ്യമാക്കി തരുന്നത് നമുക്ക് ഏതാണ്? റോഡ് കോശങ്ങളാണ്. റോഡ് എങ്ങനെയാ? നമുക്ക് ഇരുണ്ടിട്ടല്ലേ ഇരിക്കുക? ടാറിട്ട റോഡ് ഇരുണ്ടിട്ടാണ് ഇരിക്കുക. അപ്പൊ ഇരുണ്ട വെളിച്ചത്തില് അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്തില് കാഴ്ച സാധ്യമാക്കുന്നത് ഏതാണ്? റോഡ് കോശങ്ങളാണ്. റോഡ് ഇരുണ്ടിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഓർത്ത് വെക്കുക. ആ റോഡ് കോശങ്ങൾക്ക് തകരാറ് സംഭവിക്കും. എന്തുകൊണ്ട്? നമ്മുടെ വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം റോഡ് കോശങ്ങൾക്ക് തകരാറ് സംഭവിക്കും. അങ്ങനെ മങ്ങിയ വെളിച്ചത്തിലെ കാഴ്ച അസാധ്യമായിട്ട് പോകുന്നതാണ് ഏത്? നിശാന്തത. ക്ലിയർ ആണോ? അപ്പൊ ഇതിനകത്ത് നമ്മൾ രണ്ടെണ്ണം പഠിക്കുക. റോഡ് കോശങ്ങൾ ഓർത്ത് വയ്ക്കുക. അതാണ് വൈറ്റമിൻ എയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ നിശാന്തത. റോഡ് കോശങ്ങൾ തകരാറിലാവുന്നു, അങ്ങനെ കാഴ്ച മങ്ങിയ വെളിച്ചത്തിലെ കാഴ്ച അസാധ്യമായിട്ട് പോകുന്നു, നിശാന്തത. കോൺ കോശങ്ങൾക്ക് നമുക്ക് വൈറ്റമിൻ എയുമായിട്ട് ഇവിടെ കണക്ഷൻ വരുന്നില്ല, അല്ലെങ്കിൽ വർണ്ണാന്തതയ്ക്ക് കണക്ഷൻ വരുന്നില്ല. ജസ്റ്റ് നമ്മൾ ഓർത്ത് വെച്ചാലും മതി. ഓക്കെ അല്ലെ? അപ്പൊ ഇതാണ് നിശാന്തത. അതും വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടാണ്. അതേസമയം സിറോഫ്താൽമിയം എന്താണ്? വൈറ്റമിൻ എയുടെ അഭാവം കൊണ്ടുണ്ടാവുന്നതാണ്. അവിടെ എന്തായിരുന്നു? കോർണിയാണ് ബാധിക്കുന്നത്. കോർണിയ വരണ്ട് അതാര്യമായിട്ട് പോകുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വൈറ്റമിൻ എയുടെ അപര്യാപ്തത എന്ന് പറഞ്ഞ് മാത്രം പഠിച്ചാൽ പോരാ. ഈ രണ്ട് രോഗങ്ങളും എന്താന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇതേപോലെ ചോദിക്കുമ്പോ അല്ലെങ്കിൽ സി ആണോ ഡി ആണോ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പൊ ക്ലിയർ ആയിട്ടില്ലേ? ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കണം. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതേപോലെ നമുക്ക് ചോദിച്ചിരിക്കുന്നു, ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരില് മോണയിലെ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? രോഗം ഇന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് സിറോഫ്താൽമിയ പോലെ പേരെടുത്തിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ആ രോഗത്തിന്റെ ലക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത്. മോണയിലെ പഴുപ്പ്, രക്തസ്രാവം ഏതായിരിക്കും? നമുക്ക് ബിയും എയും സിയും ഡിയും തന്നിട്ടുണ്ട്. മോണയുടെ ആരോഗ്യത്തിന് ആവശ്യമെന്ന് പറഞ്ഞ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞതാണ് ഇത് ജീവകം സി. അപ്പൊ ഓർത്ത് വെക്കണം, ജീവകം സിയുടെ അപര്യാപ്തത എന്തിന് കാരണമാകും? മോണയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകും. മോണയിലെ പഴുപ്പ്, രക്തസ്രാവം എന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ജീവകം സി ആണ് എന്നുള്ളത് ഓർക്കാം. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് വന്നിരിക്കുന്ന നമ്മുടെ SCERT നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന അതേ ചാപ്റ്ററിൽ നിന്നാണ്. നമുക്ക് പ്രധാനപ്പെട്ട ജീവകങ്ങളുടെ ഒക്കെ അപര്യാപ്തത, രോഗത്തിന്റെ പേരും അതേപോലെ അതിന്റെ ലക്ഷണം. ഇപ്പൊ ഇവിടെ രോഗത്തിന്റെ പേരെന്ന് പറയുന്ന ഈ രോഗം എന്താണ്? നമുക്ക് സ്കർവി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷെ സ്കർവി എന്ന് പറഞ്ഞ് തന്നിട്ടല്ല ചോദിച്ചിരിക്കുന്നത്, നമുക്ക് ലക്ഷണമാണ്. അപ്പൊ അതും കൂടി നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഈ ഒരു ടേബിള് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കാം. ഓക്കെ, ജീവകം എയുടെ കേസിൽ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, നിശാന്തത അപര്യാപ്തത രോഗമാണ്. എങ്ങനെയാണ്? മങ്ങിയ വെളിച്ചത്തിലെ കാഴ്ച അസാധ്യമായിട്ട് പോകുന്നു. അത് മാത്രമല്ല സിറോഫ്താൽമിയ നമ്മൾ പറഞ്ഞിരുന്നു, അവിടെ എന്താണ്? കോർണിയയ്ക്ക് തകരാറുണ്ടാവുന്നതാണ് എന്നുള്ളത് ഓർക്കുക. ബിയുടെ കേസിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഓർത്ത് വെക്കുക, നമുക്ക് വായ്പുണ്ണാണ് ഏത്? ജീവകം ബിയുടെ അപര്യാപ്തത രോഗമായിട്ട് നമുക്ക് വരുന്നത്. അതായത് വായുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പം ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് വായിലെ വ്രണങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ഏതാണ്? നമ്മൾ പറയും ബി കോംപ്ലക്സിന്റെ കുറവാണ് എന്ന് പറയും അല്ലെ, വായ്ക്ക് ഇങ്ങനെ പൊട്ടുമ്പോഴത്തേക്കും. അപ്പൊ വായിലെ വ്രണങ്ങൾ എന്താണ്? ജീവകം ബിയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാവുന്നതാണ് വായ്പുണ്ണ്. ഓർത്ത് വെക്കുക. ചോദിക്കാം നമുക്ക്. ജീവകം സി ആണെങ്കിൽ അതാണ് നമ്മൾ പറഞ്ഞു മോണയിലെ പഴുപ്പും രക്തസ്രാവം. ജീവകം സി എന്തിന്റെ ആരോഗ്യത്തിനായിരുന്നു ആവശ്യം? മോണയുടെയും രക്തകോശങ്ങളുടെയൊക്കെ ആരോഗ്യത്തിനായിരുന്നു. അപ്പൊ മോണയിലെ പഴുപ്പ് കാര്യങ്ങൾ എന്താണ്? സിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാവുന്നു. അതിനൊരു പേരുണ്ട്, ആ പേര് ഓർക്കണം. എപ്പോഴും കൂടുതലും ചോദിക്കാറുള്ളത് ഈ പേര് വെച്ചിട്ടാണ്, സ്കർവി എന്ന് പറയുന്ന പേര് ഓർക്കുക. അപ്പൊ ലക്ഷണങ്ങൾ വെച്ചിട്ട് നമ്മളോട് ചോദിക്കാം, അപ്പൊ അത് നമ്മൾ വിട്ടുകളയരുത്. ഓക്കെ, അപ്പൊ സ്കർവി, മോണയിലെ പഴുപ്പും രക്തസ്രാവം എന്താണ്? നമുക്ക് വൈറ്റമിൻ സിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാവുന്നതാണ്. ഇനി ജീവകം ഡിയുടെ കേസിലേക്ക് പോയാല് ജീവകം ഡി എന്തിന്റെ ആരോഗ്യത്തിനായിരുന്നു ആവശ്യം? മെയിൻ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എല്ലിന്റെ ആരോഗ്യത്തിനാണ് അല്ലെ. അപ്പൊ ഇതിന്റെ അപര്യാപ്തത എന്തിന് കാരണമാകും? അസ്ഥികൾക്ക് പ്രശ്നം ഉണ്ടാവും. അതായത് നമുക്ക് അസ്ഥികള് കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥ ഉണ്ടാവും. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയും. ഓക്കെ, റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്താണ്? അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന അവസ്ഥയാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്ന ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് എന്നുള്ളത് ഓർക്കുക. അപ്പൊ ഇത്രയും ഈ ഒരു ടേബിള് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ഭാഗത്ത് പഠിച്ചു വെക്കണം. ഓക്കെ, എ എന്ന് പറയുന്ന നിശാന്തത, അതേപോലെ സിറോഫ്താൽമിയ. ബി ആണെങ്കിൽ വായ്പുണ്ണാണ്. സി എന്ന് പറയുന്ന സ്കർവി ആണ്. ഡി എന്ന് പറയുന്ന എന്താണ്? അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്ന രോഗാവസ്ഥയാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി ഇത് മാത്രമല്ലല്ലോ നമ്മൾ കണ്ടിരുന്നത്. ABCD കഴിഞ്ഞാല് നമുക്ക് ഇയും ഉണ്ട്, കെയും ഉണ്ട് അല്ലെ. ഇ എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞിരുന്നു, ഒന്ന് നമുക്ക് എന്തിന്റെയൊക്കെ ആരോഗ്യത്തിനായിരുന്നു? നമുക്കൊന്ന് ഓർത്തെടുക്കാം. നമ്മൾ പറഞ്ഞു
എന്തായിരുന്നു? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് ആവശ്യമെന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചിരുന്നു. അപ്പൊ എന്താണ്? നമുക്ക് ജീവകം ഇയുടെ അപര്യാപ്തത പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്കുമായിട്ട് ബന്ധപ്പെട്ട് തകരാറുണ്ടാവും. അതായത് വന്ധ്യത എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ജീവകം ഇയുടെ അപര്യാപ്തത രോഗമാണ് എന്നുള്ളത് ഓർക്കുക. സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്ന് പറയുന്നത് എന്താണ്? ജീവകം ഇയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് ചോദിക്കും. എന്ത് തന്നെയാ? ഈ പറഞ്ഞിരിക്കുന്ന വന്ധ്യതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ജീവകം ഇ ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി ജീവകം കെയുടെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു കട്ട പിടിക്കാൻ, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടത് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ അപര്യാപ്തത എന്തിന് കാരണമാകും? രക്തസ്രാവത്തിന് അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവാനായിട്ട് കാരണമാകും, രക്തസ്രാവം. ഓക്കെ, അപ്പം ഇയും കെയും കൂടി ഓർക്കുക. ഇയുടെ കേസിൽ നമ്മൾ പറഞ്ഞു സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത, കെയുടെ കേസിൽ ഓർക്കുക നമുക്ക് ബ്ലീഡിങ് ആണ് എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, ശരി. അപ്പൊ ഇത്രയും ഓർത്തു വെക്കുക. ഇനി ഇവിടെ ചെറിയൊരു കാര്യം കൂടി, നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഇപ്പൊ നമ്മുടെ ഒരു LGS ലെവൽ എക്സാമിന് ഡയറക്റ്റ് നമുക്കിപ്പോ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ചോദിക്കാനും ചാൻസ് കൂടുതൽ ഇതേപോലെ ബിയുടെ അപര്യാപ്തത ഏത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പൊ വായ്പുണ്ണ് എന്നുള്ളത് ഓർക്കുക. പിന്നെ അതല്ലാതെ നമുക്ക് ബി ഗ്രൂപ്പില് 8 ജീവകങ്ങൾ നമ്മൾ പറഞ്ഞു, അതിന്റെ രാസനാമം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം ഒക്കെ നമ്മൾ കണ്ടതാണ്. അതില് നമുക്ക് ചില ജീവകങ്ങളുടെ അപര്യാപ്തത രോഗങ്ങള് ഇമ്പോർട്ടന്റ് ആയിട്ട് കോമൺ ആയിട്ട് എക്സാമുകളിൽ വരുന്നതാണ്. അവിടെ നമ്മൾ എടുത്തു പഠിക്കേണ്ട എല്ലാത്തിന്റെയും അങ്ങനെ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാലും മതി. പക്ഷെ എടുത്ത് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കേണ്ടതാണ് B1 എന്ന് പറയുന്നത് നമുക്ക് തയമിനായിരുന്നു അല്ലെ? അതിന്റെ അപര്യാപ്തത രോഗമാണ് ഇത് ബെറിബെറി. ആ പേര് മറന്നു പോകരുത്. ബെറിബെറി എന്ന് കേട്ടാൽ എന്തായിരിക്കും? B1ന്റെ അപര്യാപ്തത രോഗമാണ് എന്നുള്ളത് ഓർക്കാം. B2ന്റെ കേസിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. B2 എന്ന് പറഞ്ഞാൽ എന്താണ്? റൈബോഫ്ലാവിനോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. അതായത് നമ്മൾ പറഞ്ഞു B2ന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എന്തായിരുന്നു? റൈബോഫ്ലാവിൻ എന്ന് പറയുന്നതായിരുന്നു. അപ്പൊ അതിന്റെ അപര്യാപ്തത വരുന്ന കണ്ടീഷനാണ് റൈബോഫ്ലാവിനോസിസ് എന്ന് പറയുന്നത്. ആ പേരിൽ നമുക്ക് കിട്ടാൻ എളുപ്പമാണ്, റൈബോഫ്ലാവിനോസിസ് B2. ഇനി നമ്മൾ മെയിൻ ആയിട്ട് B1 കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ് B3. അത് ഓർത്ത് വെക്കണം, പെല്ലഗ്ര. ഓക്കെ, അപ്പൊ B1 എന്ന് പറഞ്ഞാൽ ബെറിബെറി മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. B3 എന്ന് പറഞ്ഞാൽ എന്താണ്? പെല്ലഗ്ര ഓർത്ത് വെക്കണം. ഇനി അതല്ലാതെ വേറൊരു രീതിയിൽ നമ്മളോട് ചോദിക്കാറുണ്ട്, 3D രോഗം എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിക്കും, അല്ലെങ്കിൽ എന്തിന്റെ അപര്യാപ്തതയാണെന്ന് ചോദിക്കും. അതായത് പെല്ലഗ്ര തന്നെയാണ് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ B3യുടെ അപര്യാപ്തതയാണ് 3D രോഗം എന്നുള്ളത് ഓർക്കുക. 3D രോഗം എന്ന് മാത്രമല്ല 4D ഡിസീസ് അല്ലെങ്കിൽ 4D രോഗം എന്നും ചിലപ്പോൾ കാണാം. 3D ആണെങ്കിലും 4D ആണെന്നുണ്ടെങ്കിലും ഓർക്കണം എന്താണ്? പെല്ലഗ്ര തന്നെയാണ്. എന്തിന്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്നതാണ്? B3യുടെ അപര്യാപ്തത കൊണ്ടാണ്. അപ്പൊ B1 ബെറിബെറി ആണ്, B3 എന്ന് പറയുന്ന ബെല്ലഗ്രയാണ്. 3D അല്ലെങ്കിൽ 4D രോഗം എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, ഈ രണ്ട് പേരുകൾ മസ്റ്റ് ആയിട്ട് ഓർക്കുക. പിന്നെ B5ന്റെ കേസിൽ പെരസ്തേഷ്യ എന്ന് പറയുന്ന കണ്ടീഷൻ. ഇനി നമ്മൾ മെയിൻ ആയിട്ട് ഒന്ന് ഓർത്ത് വെക്കേണ്ട B6ഉം B9ഉം B12 അല്ലെ? B6 കഴിഞ്ഞാൽ B9, മൂന്ന് ഇടവിട്ട് B6 B9 B12 എന്ന് പറയുന്ന ഓർക്കുക. വിളർച്ച അല്ലെങ്കിൽ പലതരത്തില് അനീമിയ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, സോ അപ്പൊ അത് മൂന്നും നമുക്ക് അനീമിയ ആണ് എന്നുള്ളത് ഓർക്കുക. അപ്പൊ ഏതൊക്കെയായിരുന്നു? B6ഉം B9ഉം B12 പല പേരിൽ വരുന്നുണ്ട്. B6 എന്ന് പറയുമ്പോൾ മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയും, B9 എന്ന് പറയുമ്പോൾ മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയും, B12 എന്ന് പറയുമ്പോൾ പെർനീഷ്യസ് അനീമിയ എന്ന് പറയും. അപ്പൊ നമുക്ക് അനീമിയ എന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ ഓർത്ത് വെക്കണം B6 B9 B12. ക്ലിയർ അല്ലേ? ഇതിനിടയ്ക്ക് B7 കൊടുത്തിട്ടുണ്ട്, ഡെർമറ്റൈറ്റിസ്, നമുക്ക് ത്വക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട B1 എന്തായാലും നമ്മൾ നോട്ട് ചെയ്യണം, ബെറിബെറി ആണ്. B3 എന്ന് പറയുന്ന പെല്ലഗ്രയാണ്, 3D അല്ലെങ്കിൽ 4D രോഗം. B6 B9 B12 അനീമിയ അല്ലെങ്കിൽ വിളർച്ചയാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ക്ലിയർ ആണോ? ശരി. സോ അപ്പം ഇതാണ് നമുക്ക് B ഗ്രൂപ്പിലെ പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ രോഗങ്ങളുടെയും ജീവകങ്ങളുടെയും അപര്യാപ്തത രോഗങ്ങൾ നമ്മൾ കണ്ടു. അത് വെച്ചിട്ട് ഇനി നമുക്ക് 2 ക്വസ്റ്റ്യനും കൂടി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റീസെന്റ് ആയിട്ട് നമുക്ക് നടന്നിട്ടുള്ള എക്സാമില്. ഇനി ഇത് തന്നെ ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല, നമ്മൾ പഠിച്ചു വന്ന കാര്യമാണ്. ജീവകം ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. ഡി എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞു അസ്ഥിയുടെ ആരോഗ്യം. അപ്പൊ അസ്ഥിക്ക് ബലക്ഷയം സംഭവിക്കുന്നതാണ് ഏത് നമ്മൾ പഠിച്ച കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ? സ്കർവി എന്തായിരുന്നു? അത് C ആണ് എന്നുള്ളത് ഓർത്തു വെക്കാം. നിശാന്തത എന്ന് പറയുന്നത് എന്താണ്? A ആണ്. അനീമിയ എന്ന് പറയുമ്പോൾ B ഗ്രൂപ്പിൽ നമ്മൾ കണ്ടിരുന്നു, അത് ഓർത്തു വെക്കാം.
ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇത് ലാസ്റ്റ് ഇയറിൽ LD എക്സാമിന് ചോദിച്ചിരുന്നതാണ്. അപ്പൊ ഇതിൽ നമ്മളോട് തെറ്റായിട്ടുള്ള ജോഡി ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്? ജീവകവും അപര്യാപ്തത രോഗവും. നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? നോക്കി, എ ബെറിബറി പറയുന്നുണ്ട്, ഡി എന്ന് പറയുന്ന റിക്കറ്റ്സും, ഇ വന്ധ്യതയും, B1 സ്കർവി. അപ്പൊ എടുത്ത് നമ്മളോട് ചോദിക്കുന്നുണ്ട് B1 B2 അതായത് B1 B3 ഒക്കെ നമ്മൾ നോക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ നമുക്ക് തെറ്റായിട്ടുള്ളത്? നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഫസ്റ്റ് വൺ തെറ്റാണ് അല്ലെ. എ എന്ന് പറയുന്നത് ബെറിബറി അല്ല. എയുടെ അപര്യാപ്തത നിശാന്തത, സിറോഫ്താൽമി ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ബെറിബറി എന്ന് പറയുന്നത് എന്തിന്റെ അപര്യാപ്തതയാണ്? B1 അപര്യാപ്തതയാണ് എന്നുള്ളത് ഓർക്കുക. ഡി എന്ന് പറയുന്ന റിക്കറ്റ്സ് അല്ലെങ്കിൽ കാണാ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു. ഇ എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞിരുന്നു വന്ധ്യതയാണ്, അപര്യാപ്തത രോഗം. B1 ആണോ സ്കർവി? കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞതാണ്, അല്ല. സ്കർവി എന്തിന്റെയാണ്? വൈറ്റമിൻ സിയുടെ അപര്യാപ്തതയാണ്. അപ്പൊ ഇതിൽ നമുക്ക് തെറ്റായിട്ടുള്ളത് എയും ഫസ്റ്റ് വണ്ണും ഫോർത്ത് വണ്ണും. ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ്. കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് നമ്മുടെ ഓരോ എക്സാമുകളിൽ നമുക്ക് LGS ലെവലിലും അതേപോലെ LDക്കൊക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു എന്തൊക്കെ പഠിക്കണം. ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ജലത്തില് ലയിക്കുന്നത്, കൊഴുപ്പില് ലയിക്കുന്ന അത് ഏതാന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു അടയ്ക്ക് കൊഴുപ്പ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചത്. ബിയും സിയും ആണെങ്കിൽ ജലത്തില് ലയിക്കും. പിന്നെ എല്ലാത്തിന്റെയും ശാസ്ത്രീയ നാമം അത് ബി ഗ്രൂപ്പിൽ ഓരോന്നും എടുത്ത് തന്നെ നമ്മൾ പഠിക്കണം. അങ്ങനെ നമ്മളിവിടെ എടുത്ത് ചോദിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഓരോന്നിന്റെയും ഓരോ ജീവകങ്ങൾ എന്തിന്റെയൊക്കെ എന്തൊക്കെയാണ് അതിന്റെ ധർമ്മം, പിന്നെ അപര്യാപ്തത രോഗങ്ങള് നമ്മള് ABCD അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ശരി. അപ്പോ ഇത്രയും ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ക്ലിയർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ തരാണ്. എന്റെ കറക്റ്റ് ആൻസർ നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നൽകിയിരിക്കുന്നതിൽ ഇവിടെയും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വന്നിരിക്കുന്നതാണ്. അപ്പൊ ഫസ്റ്റ് പറയുന്ന ജീവകം സി എന്ന് പറയുന്ന മുറിവ് ഉണങ്ങാനായിട്ട് സഹായിക്കുന്നു. ചുവന്ന രക്താണുവിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ളതാണ് ജീവകം എ. ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്നതാണ് ജീവകം സി. അതേപോലെ തന്നെ ഓപ്ഷൻ ഡിയിൽ പറയുന്നത് ഇതെല്ലാം തെറ്റാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പഠിച്ചു വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ജീവകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും പഠിച്ചത് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യാം. ക്ലാസ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.